കുറ്റിപ്പുറത്ത് തല കീഴായി മറിഞ്ഞ ബസ് സഞ്ചരിച്ചിരുന്നത് ലൈൻ ട്രാഫിക് തെറ്റിച്ചെന്ന് കണ്ടെത്തൽ. ഇടതുവശം ചേർന്നു പോകേണ്ട ബസ് വലത്തേയറ്റത്തെ പാതയിലൂടെയാണ് അമിത വേഗതയിൽ സഞ്ചരിച്ചത്. അപകടം നടക്കുന്നതിന് 45 സെക്കൻഡ് മുൻപുള്ള ദൃശ്യങ്ങൾ ലഭിച്ചു. അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, വലിയ അപകടത്തിന്റെ മറ്റൊരു നിയമലംഘനം കൂടി പുറത്തേക്ക് വരുമ്പോൾ എന്ത് മനസ്സിലാക്കണം അരുൺ? ഈ അപകടം നടന്ന ആദ്യ മണിക്കൂറിൽ തന്നെ പ്രാഥമിക നിഗമനമായി അമിത വേഗതയാണ് എന്നുള്ളത് തന്നെ അന്നേ നിഗമനത്തിലെത്തിയതാണ്. പിന്നാലെ തന്നെ ഇത്തരത്തിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയ്ക്കൊക്കെ ഒടുവിൽ 120 കിലോമീറ്റർ വേഗത ബസ്സിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ദേശീയപാതയാണ്. ദേശീയപാതയിൽ ഓരോ ട്രാക്കിനും അതിൻ്റെതായ ഉപയോഗമുണ്ട്. അപ്പോൾ അമിത വേഗതയിലോ എമർജൻസി ആയോ അത്തരത്തിൽ ഉള്ള വാഹനങ്ങളാണ് ഈ മൂന്നാമത്തെ ട്രാക്ക് ഉപയോഗിക്കേണ്ടത്. ഇത് മൂന്നാമത്തെ അതിവേഗ ട്രാക്കിലൂടെയാണ് ഈ ബസ് വരുന്നത്. അതായത് ഈ ഡിവൈഡറിൽ ഇടിച്ച് മറിയുന്നതിന് തൊട്ട് മുൻപ് ഏകദേശം 1 കിലോമീറ്റർ മുൻപ് മുതലാണ് ഇത്തരത്തിൽ വേഗത ഉയർത്തി മൂന്നാമത്തെ ട്രാക്കിലുള്ള യാത്ര തുടങ്ങിയത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് വന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാന കാരണമായി ഈ അമിത വേഗതയാണ്. രണ്ടാമത്തെ കാരണം വെള്ളപ്പാളികൾ മഴയായതിനാൽ തന്നെ രൂപപ്പെട്ടതിനാൽ നിയന്ത്രണം വിടാനുള്ളതാണ്. എങ്കിലും അമിത വേഗത ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഒഴിവാകുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതിനെ എന്തായാലും ആ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രജീഷ്, അമിത വേഗതയാണ് അപകട കാരണമെന്ന് തെളിയുകയാണ് ദൃശ്യങ്ങളിലൂടെ.